ഇസ്രായേലിന് നേരെ വ്യാപകമായ ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് വീണ്ടും തുടർച്ചയായ ഡ്രോൺ ആക്രമണം ഇറാൻ നടത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. 2 ഇസ്രായേലികൾ മരിക്കുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ക്ലസ്റ്റർ ബോംബുകളുടെ തുടർച്ചയായ പ്രഹരം ഈ അലി ലാരിജാനിയുടെ കൊലപാതകത്തിന് ശേഷം ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വന്ന ഒരു റിപ്പോർട്ട് 3000-ലധികം കാഷ്വാലിറ്റീസ് ഇസ്രായേലിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. യുദ്ധം തുടങ്ങി വെച്ചവർ തന്നെ ഈ യുദ്ധം കൊണ്ട് വലിയ നാശനഷ്ടങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഹോർമുസ് കടലെടുക്ക് വഴി ഇനി അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഒരു ഒറ്റ കപ്പലുകൾ പോകരുത് എന്നാണ് ഇറാൻ പറയുന്നത്. ഇസ്രായേലിലേക്ക് ഇറാന്റെ ഒരു പ്രതികാര മിസൈൽ മഴ പെയ്യുകയാണ്. മാത്രമല്ല ആ മിസൈൽ മഴയുടെ തീവ്രത വളരെയധികം കൂടുതലാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇറാന്റെ നേതാവ് അലി ലാരിജാനിയെ കൊലപ്പെടുത്തിയതിനു ശേഷം വലിയ രീതിയിലുള്ള വീരവാദ്യങ്ങൾ മുഴക്കി അമേരിക്കയും ഇസ്രായേലും രംഗത്തെത്തിയപ്പോൾ പ്രതീക്ഷിച്ചില്ല ഇത്രയധികം വലിയ രീതിയിലുള്ളൊരു നാശനഷ്ടം അവർക്ക് സംഭവിക്കുന്നത്. അത്രയേറെ കഠിനമായിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. അവിടെ 2 സൈനികർ കൊല്ലപ്പെടുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. അവിടെ വലിയ രീതിയിലുള്ള ഈ സാധാരണ ആളുകൾക്ക് പോലും പരിക്കേറ്റതായിട്ടുള്ള വാർത്തകളൊക്കെ എന്തായാലും വരികയാണ്. അപ്പോൾ യുദ്ധം ഈ 3-ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ എങ്ങോട്ടാണ് ഇതിന്റെ പോക്ക്? ഇതിനൊരു അന്ത്യമില്ല. അല്ലെങ്കിൽ എന്തായിരിക്കും ഇനി ഇസ്രായേലിന്റെ അമേരിക്കയുടെ അവസ്ഥ? യദു, രേഷ്മ, ഇപ്പോൾ വലിയ പക ഇരു വിഭാഗങ്ങൾക്കും ഇടയിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതായത് അമേരിക്കയെ സംബന്ധിച്ച്, ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത്രയൊക്കെ വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടും കീഴടങ്ങാൻ ഇറാൻ തയ്യാറാകുന്നില്ല എന്നിടത്താണ് ഏറ്റവും പ്രധാനമായി അവരുടെ പക നിൽക്കുന്നത്. നോക്കുക, അവരുടെ പരമോന്നത നേതാവ്, ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖാംനെയിയെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം മുജ്തബ ഖാംനെയിയെ പിന്തുടർച്ചക്കാരനായി വന്ന മുജ്തബ ഖാംനെയിയെ കൊലപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ലെങ്കിലും പ്രധാനപ്പെട്ട പദവികളിലിരിക്കുന്ന ആളുകളെ തുടർച്ചയായി വധിക്കുന്നു. അവരുടെ ഏറ്റവും പരമോന്നതരായ ഒരു സൈന്യാധിപൻ എന്ന നിലയിൽ നിന്നിരുന്ന അലി ലാരിജാനിയെ കൊലപ്പെടുത്തുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നിരന്തരമായി തന്ത്രപ്രധാനമായ തസ്തികയിലിരിക്കുന്ന ആളുകളെയൊക്കെ വധിക്കുമ്പോൾ സ്വാഭാവികമായി ഏതൊരു രാജ്യവും കീഴടങ്ങേണ്ടതാണ്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇറാൻ വധിച്ചു കഴിഞ്ഞാൽ അമേരിക്ക സ്റ്റക്കായി പോകും. അതുപോലെ തന്നെ ഈ പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വധിച്ചു കഴിഞ്ഞാൽ ആ രാജ്യം തന്നെ സ്റ്റക്കായി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും. യുദ്ധത്തിൽ നിന്ന് അവർ പിന്മാറാനുള്ള വഴികൾ നോക്കും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇറാനെ ആക്രമിക്കും തോറും അവർ അതിശക്തമായ തിരിച്ചടികൾ നൽകുകയാണ്. ഏറ്റവും പ്രധാനമായി ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ, നമുക്കൊരു 12 മണിക്കൂറിലെ കണക്കെടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 24 മണിക്കൂറിലെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇസ്രായേലിന് നേരെ വ്യാപകമായ ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ ഏറ്റവും പ്രധാനമായൊരു സോഴ്സായി ഇപ്പോൾ എടുക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയാണ്. ടൈംസ് ഓഫ് ഇന്ത്യ നമ്മുടെ ദേശീയ മാധ്യമമാണ്. അന്താരാഷ്ട്ര തലത്തിലെ പല കാര്യങ്ങളും വളരെ പ്രാധാന്യത്തോടു കൂടി നൽകുന്നൊരു മാധ്യമമാണ്. അപ്പോൾ അവർ തന്നെ പറയുന്ന പല വാർത്തകളും, അതായത് അന്താരാഷ്ട്ര തലത്തിൽ പ്രധാനപ്പെട്ട ജേണലുകളിലും അതുപോലെ തന്നെ വാർത്താ ഏജൻസികളിലുമൊക്കെ വന്നിട്ടുള്ള നിരവധി കാര്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇവർ റിപ്പോർട്ടുകൾ നൽകുന്നത്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനമായി പറയുന്നത് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് വീണ്ടും തുടർച്ചയായ ഡ്രോൺ ആക്രമണം ഇറാൻ നടത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ക്ലസ്റ്റർ മിസൈലുകളുടെ തുടർച്ചയായ മഴ ഇസ്രായേലിലേക്ക് ടെല്ലവീവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു വാർത്തയുടെ തലക്കെട്ട് നോക്കുക: ടെല്ലവീവ് ഡിവാസ്റ്റഡ്, ഇറാൻ അൺലീഷസ് ക്ലസ്റ്റർ ഫ്യൂരി ടു അവഞ്ച് ലാരിജാനി, 2 ഡെഡ് എന്നാണ് പറയുന്നത്. അതാണ് രേഷ്മ പറഞ്ഞ നേരത്തെ പോയിന്റ്. 2 ഇസ്രായേലികൾ മരിക്കുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ക്ലസ്റ്റർ ബോംബുകളുടെ തുടർച്ചയായ പ്രഹരം ഈ അലി ലാരിജാനിയുടെ കൊലപാതകത്തിന് ശേഷം ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുക, ഇറാൻ്റെ തന്ത്രപ്രധാന തസ്തികയിലിരിക്കുന്ന ഓരോരുത്തർ കൊല്ലപ്പെടും തോറും ഇറാൻ്റെ പോരാട്ട വീര്യം വർദ്ധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രക്തസാക്ഷികളുടെ ജീവന് പകരം ചോദിക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇറാൻ ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ തകർക്കുകയാണ്. മറ്റൊരു വാർത്ത വന്നിരിക്കുന്നു, നോക്കുക: ഓൺ ക്യാമ്പ്, ടെലവീവ് ഇൻ റോയിൻസ് ആഫ്റ്റർ ഹ്യൂജ് ഇറാനിയൻ അറ്റാക്ക് എന്ന് പറയുന്നു. ഡയറക്റ്റ് ഹിറ്റ്, ഇറാൻ ബോംബ്സ് ടെലവീവ് ട്രെയിൻ സ്റ്റേഷൻ, റെയിൽ സർവീസസ് ഷട്ട്, ഡിവാസ്റ്റേഷൻ ഓൺ ക്യാമ്പ്. അതായത്
ഇസ്രായേലിലെ ടെല്ലവീവ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ തലസ്ഥാന നഗരിയിലെ ഒരു റെയിൽവേ സ്റ്റേഷന് നേരെ ഡയറക്റ്റ് ഹിറ്റ് ഉണ്ടായി എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത്. അവിടുത്തെ റെയിൽ ഗതാഗതം താറുമാറായി, തടസ്സപ്പെട്ടു എന്നല്ല, അടച്ചുപൂട്ടി നിർത്തി. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ചില ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ പലയിടങ്ങളിലും ഇസ്രായേലിൻ്റെ പല നഗരപ്രദേശങ്ങളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലുമൊക്കെ തുടർച്ചയായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പോൾ നോക്കുക, ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു തീ മഴ പെയ്യുന്ന പോലെ ആകാശത്ത് നിരന്തരമായി മിസൈലുകൾ വരികയും അതിൽ ചിലത് തകർക്കപ്പെടുകയും ബാക്കിയെല്ലാം ടെലവീവ് ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിലേക്ക് വീഴുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തുടർച്ചയായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനുള്ളിലെ നാശനഷ്ടങ്ങളുടെ തോത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. എത്ര പേർ കൊല്ലപ്പെട്ടു, എത്ര പേർ ജീവനോടെ ഉണ്ട്, അല്ലെങ്കിൽ എത്ര പേർ പരിക്കേറ്റ് ആശുപത്രികളിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായ അറിവൊന്നുമില്ലെങ്കിലും ഇന്നലെ വന്ന ഒരു റിപ്പോർട്ട് 3000-ത്തിലധികം കാഷ്വാലിറ്റീസ് ഇസ്രായേലിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്, അത്രയധികം ആളുകൾക്ക് കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും ഒടുവിൽ വന്ന ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം എന്ന നിലയിൽ ഇസ്രായേലിൻ്റെ ഉന്നതരെ ഉദ്ധരിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു വാർത്ത അതാണ്. അപ്പോൾ ഇസ്രായേലിലും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനിടയിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അമേരിക്കൻ എംബസിക്ക് നേരെ, ബാഗ്ദാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെ 21 റോക്കറ്റുകളും ഡ്രോണുകളും അയച്ചു ഇറാൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, അമേരിക്കയുടെ ശ്രമങ്ങൾ, അതായത് അമേരിക്ക ഇറാനെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ ഹോർമുസ് കടലിടുക്കിൽ വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നു എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഈ പറയുന്ന പ്രധാനപ്പെട്ട മൊസാദിൻ്റെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ആളുകളെ വധിച്ചു എന്ന വാർത്ത ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ഒരു ന്യൂക്ലിയർ സൈറ്റ് ഡിമോണ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ആക്രമണം നടന്നതായി സൂചനകൾ വരുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്കൊക്കെ വലിയ ആക്രമണങ്ങൾ നടത്തുന്നു ഇറാൻ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നേരത്തെ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വധിക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത്. അതിനുശേഷം ഈ അലി ലാരിജാനി കൊല്ലപ്പെട്ടതിന് ശേഷം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് രാത്രി മുതൽ നിങ്ങളുടെ ആകാശം വർണ്ണാഭമായിരിക്കും. അതായത് അത്രയേറെ മിസൈലുകൾ കൊണ്ട് ഒരു തീമഴ പോലെ പെയ്യിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പായിരുന്നു നൽകിയത്. മാത്രമല്ല ഇതിന് ഞങ്ങൾ പകരം ചോദിക്കൂ എന്ന് പറഞ്ഞതിന് ശേഷം നിരവധി തവണ ഈ ടെല്ലവീവ് ഉൾപ്പെടെ നിരവധി തവണയാണ് അവിടെ സൈറണുകൾ മുഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേലിന്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് വലിയൊരു തിരിച്ചടിയല്ലേ? യുദ്ധം തുടങ്ങി വെച്ചവർ തന്നെ ഈ യുദ്ധം കൊണ്ട് വലിയ നാശനഷ്ടങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് ഇറാനെ തകർക്കുക, ഇറാനെ ഇല്ലാതാക്കുക എന്നുള്ള വലിയ വെല്ലുവിളികൾ മുഴക്കിയിട്ട് യുദ്ധത്തിനിറങ്ങിയ ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ നെട്ടോട്ടമോടുകയാണ്. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായി ഇറാൻ ആക്രമണങ്ങൾ നടത്തുന്നു. ഹോർമുസ് കടലെടുക്ക് അടഞ്ഞു കിടക്കുന്നത് അമേരിക്കയ്ക്ക് സാമ്പത്തികമായി സാമൂഹികമായി ഒക്കെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു. അമേരിക്കയിൽ പെട്രോൾ, ഡീസൽ വില, ഓയിൽ മേഖലയിലുള്ള മൊത്തത്തിൽ വലിയ വിലവർധനവുണ്ടാകുന്നു. അതേസമയം ഇസ്രായേലിടയ്ക്ക് ചെറിയ പട്ടിണിയൊക്കെ ആവുന്നു എന്നുള്ള മുന്നറിയിപ്പൊക്കെ വരുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ വലിയ പ്രതിസന്ധിയാകും, ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകും, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ തോതിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ അത് സൂചന തന്നെയാണ്. അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകും. ഇപ്പം നമ്മുടെ കയ്യിലൊക്കെ റിസർവ് ഉണ്ടാവും, സാമ്പത്തികമായിട്ടായാലും ഇനി എണ്ണ എന്ന നിലയിലും ഒക്കെ നമുക്ക് റിസർവുകൾ ഉണ്ടാവും. ആ റിസർവ് കൂടി കഴിയുന്നൊരു ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ പ്രശ്നത്തിലേക്ക് പോകും. ഇപ്പോൾ തന്നെ നമുക്കറിയാം, പാചകവാതകമൊന്നും ഗാർഹികമല്ല, വ്യാവസായിക ആവശ്യത്തിനുള്ള പാചകവാതകം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായി തുടങ്ങി. ഹോട്ടലുകൾ അടച്ചുപൂട്ടി, ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഒരുപാട് ആളുകൾ തൊഴിലിനായി ആശ്രയിച്ചിരുന്ന ഒരു തൊഴിൽ മേഖലയാണ് സ്തംഭിച്ചിരിക്കുന്നത്. ഹോട്ടൽ വ്യവസായം എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായമാണ്. അതിൻ്റെ കടക്കിലാണ് ഇപ്പോൾ കത്തിവെക്കപ്പെട്ടിരിക്കുന്നത്. അതുവഴി
നൂറുകണക്കിന് പേരാണ് ദിവസവും തൊഴിലില്ലാതെ നടക്കുന്നത്. അതൊരു വലിയ പ്രതിസന്ധിയാണ്. ആ തൊഴിലില്ലായ്മ കൂടിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും പട്ടിണിയിലാവും, അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. ഇങ്ങനെയാണ് ഓരോ മേഖലയെയും ഈ പറയുന്ന പ്രശ്നം ബാധിക്കുക. പതിയെ 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 ഇത് വളർന്ന് 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 ആർക്കും തൊഴിലില്ലാത്ത, ഒരു വ്യവസായവും മുന്നോട്ട് പോകാത്ത, ആർക്കും ഭക്ഷണം കഴിക്കാൻ പോലും പണം കൊടുക്കാൻ കഴിയാത്ത അത്രയും വലിയ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വലിയ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതിലേക്ക് ഒരു ലോകം മുഴുവൻ കടക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദികൾക്ക് മാത്രം അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ പട്ടിണിയും ദുരിതവും സാമ്പത്തിക മാന്ദ്യമൊന്നും ഇസ്രായേലിനെയും അമേരിക്കയും തൊടില്ല എന്ന് പറയുന്നവർ വിഡ്ഢികളാണെന്നേ പറയാൻ പറ്റൂ. കാരണം ഇതെല്ലാം അവരെയാണ് ആദ്യം ബാധിക്കുക. കാരണം ഹോർമൂസ് കടലെടുക്ക് വഴി ഇനി അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഒരു ഒറ്റ കപ്പലുകൾ പോകരുത് എന്നാണ് ഇറാൻ പറയുന്നത്. ആ കൽപ്പന ഭേദിക്കാനായിട്ട് ഇതുവരെ ഈ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അമേരിക്കയിൽ വലിയ ആഭ്യന്തര കലാപവും സംഘർഷവും ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള മുറവിളിയും ഒക്കെ ഉണ്ടാവും. അതായത് ഇറാനെ എങ്ങനെയാണോ അമേരിക്ക തകർക്കാൻ ശ്രമിച്ചത്, അത് സ്വാഭാവികമായി ഓട്ടോമാറ്റിക്കായി അമേരിക്കയ്ക്കുള്ളിലേക്ക് വരികയാണ്. ഇപ്പോൾ ഇറാനിൽ ആഭ്യന്തര കലാപം ഉണ്ടാക്കി അവിടുത്തെ ജനങ്ങളെ കൊണ്ട് ഭരണകൂടത്തിനെതിരെ സംസാരിപ്പിച്ച് ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി അവിടെ ഒരു കലാപമുണ്ടായി ഭരണമാറ്റം ഉണ്ടാകണമെന്നുള്ളതായിരുന്നു അമേരിക്ക ഇറാന് മേൽ കണ്ട സ്വപ്നം. അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് അമേരിക്ക ഇറാനുള്ളിലേക്ക് ചാരന്മാരെ അടക്കം കടത്തിവിട്ട് വലിയ പരിപാടികൾ ചെയ്തത്. പക്ഷേ ഇറാനിൽ അത് സംഭവിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അമേരിക്കയിലാണ് എന്ന സൂചനകൾ വരികയാണ്. അവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. അപ്പോൾ അമേരിക്കയെ അത് അങ്ങനെയൊക്കെ ബാധിക്കുന്നു. ഇറാൻ ആ രീതിയിൽ അമേരിക്കയ്ക്ക് പണി കൊടുക്കുന്നു. മറുവശത്ത് ഇസ്രായേലിനുള്ളിലേക്ക് വലിയ ആക്രമണങ്ങൾ നടക്കുകയാണ്. ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഇറാനും ചേർന്ന് നടത്തിയ ആക്രമണങ്ങൾ വടക്കൻ ഇസ്രായേലിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇത് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു തീ പകയാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല വിചാരിക്കാത്തതിന് അപ്പുറത്തേക്കുള്ള നീക്കങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പശ്ചിമേഷ്യയെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് വലിയൊരു സഹായം ഇറാൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ ഈ പറയുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറാൻ ഈ റഷ്യ സഹായിച്ചു കഴിഞ്ഞാൽ അടുത്തതായിരിക്കും സഹായിക്കാൻ വരുന്നത്. അല്ലെങ്കിൽ ഈ സഹായം കൊണ്ട് തന്നെ അത് എത്രത്തോളം ആയിരിക്കും ഈ ഒരു അമേരിക്കയും ഈ പറയുന്ന ഇസ്രായേലിനെയും ദുർബലപ്പെടുത്തുന്നത്? അമേരിക്ക ഇസ്രായേലിനെയും ദുർബലപ്പെടുത്താൻ ഇറാൻ ഒറ്റയ്ക്ക് മതി എന്നുള്ളത് ഇറാൻ നേരത്തെ തെളിയിച്ചിട്ടുള്ളതാണ്. റഷ്യയും ചൈനയും അവരുടേതായ കാരണങ്ങൾ കൊണ്ട് ഈ യുദ്ധത്തിൻ്റെ ഭാഗമായതാണ്. ഒരിക്കലും ഈ ഇസ്രായേൽ അമേരിക്കയുടെ കാല് പിടിക്കുന്നത് പോലെ, ഇസ്രായേൽ അമേരിക്കയെ ഭയപ്പെടുത്തുന്നത് പോലെ ഒരു തരത്തിലും ഈ പറയുന്ന റഷ്യയും ചൈനയും ഇറാൻ ആശ്രയിച്ചിട്ടില്ല. ഇറാൻ എപ്പോഴും ഞങ്ങൾ ഒറ്റയ്ക്ക് തിരിച്ചടിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഈ യുദ്ധത്തിൽ ചേരേണ്ടതിൻ്റെ ആവശ്യകത റഷ്യയ്ക്കും ചൈനയ്ക്കുമുണ്ട്. ഒന്ന്, റഷ്യയ്ക്ക് ഇറാനോട് വലിയ കടപ്പാടുണ്ട്. കാരണം ഉക്രൈനുമായി യുദ്ധം ചെയ്ത സമയത്ത് ആയുധങ്ങൾ ഇല്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന റഷ്യയ്ക്ക് അത്യാധുനിക ഡ്രോണുകളും മിസൈലുകളും അടക്കം തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത നിരവധി ആയുധങ്ങൾ ഇറാൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യയ്ക്ക് ആ കടപ്പാടുള്ളത് കൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ റഷ്യ സഹായിക്കും. റഷ്യ സാറ്റലൈറ്റ് ഇമേജുകൾ അടക്കം നൽകുന്നുണ്ട് ഇറാന്. കാര്യമായി തന്നെ സാങ്കേതികവിദ്യയും ആയുധങ്ങളും നൽകുന്നുണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ചൈനയാണെങ്കിലോ, ചൈനയ്ക്ക് അമേരിക്കയ്ക്കെതിരായൊരു യുദ്ധമുഖം തുറക്കുന്നതിൽ താല്പര്യമുണ്ട്. കാരണം അമേരിക്കയുടെ ചൈനയിലേക്കുള്ള വെനസ്വലയിൽ നിന്നാണ് ഏറ്റവും അധികം ചൈനയിലേക്ക് എണ്ണ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യുകയും അതിൻ്റെ പേരിൽ വിലപേശുകയും ചെയ്ത് ചൈനയെ ഒരു വല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുകയായിരുന്നു ട്രംപ്. കാരണം ചൈന വളർന്നു വരുന്നൊരു സാമ്പത്തിക ശക്തി ആയതുകൊണ്ട് തന്നെ അത് ട്രംപിന് ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ എന്നും ചൈന തങ്ങളുടെ വരുതിയിൽ നിൽക്കണമെന്ന നിലയിലാണ് വെനസ്വലയിലെ എണ്ണ ഇപ്പോൾ അമേരിക്ക പിടിച്ചു വെച്ചിരിക്കുന്ന സാഹചര്യമുള്ളത്. അതുമാത്രമല്ല, ചൈനയെ സംബന്ധിച്ചൊരു പാശ്ചാത്യ ശക്തി എന്ന നിലയിൽ തന്നെയാണ് അവർ എപ്പോഴും അമേരിക്കയെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതായത് പശ്ചിമേഷ്യയിൽ ഒരു പവർ നെറ്റ്വർക്ക് ഉണ്ടാകണം എന്ന ആഗ്രഹത്തിന്മേൽ കാലങ്ങളായി ചൈന അമേരിക്കയ്ക്കെതിരെ അവസരം നോക്കിയിരിക്കുകയായിരുന്നു. അത് തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു അവസരം കിട്ടുമ്പോൾ ചൈന വ്യക്തമായ സഹായങ്ങൾ നൽകും. അത് അമേരിക്ക കണ്ടെത്തുകയും ചെയ്തു, ഇറാൻ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. അമേരിക്ക പറയുന്നത് ചൈനയുടെ നാവിഗേഷൻ സിസ്റ്റമാണ് ഇപ്പോൾ ഇറാൻ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ പ്രിസിഷനോടുകൂടി വളരെ കൃത്യമായി എവിടേക്കാണോ തകർക്കേണ്ടത് അവിടങ്ങളിലേക്കൊക്കെ ഇറാൻ്റെ മിസൈലുകൾ കൃത്യമായി എത്തുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർക്കുന്ന വിധത്തിലേക്ക് വലിയ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രം അവിടേക്കൊരു ആക്രമണം നടന്ന സൂചനകൾ പുറത്തു വരുന്നതിന് പിന്നാലെ കഴിഞ്ഞ മണിക്കൂറുകളിൽ IRGC നടത്തിയ മറ്റൊരു വലിയ ആക്രമണമുണ്ട്. അത് ഇസ്രായേലിൻ്റെ സൈനിക എയ്റോസ്പേസ് ആയുധ ഉൽപ്പാദന കേന്ദ്രങ്ങൾ
കേന്ദ്രങ്ങളിലേക്ക് നേരിട്ട് നടത്തിയ ഒരാക്രമണമാണ്. ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലായ ഫത്ത, ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലായ ഇമാദ്, ഗാദർ എന്നിവയുൾപ്പെടെയുള്ള IRGCയുടെ മാരകമായിട്ടുള്ള മിസൈലുകൾ ഈ വ്യോമാക്രമണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഒരു രഹസ്യ കേന്ദ്രം, അതായത് ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ അതീവ രഹസ്യമായിട്ട് അവർ സൂക്ഷിച്ചിരുന്ന ഒരു ആയുധ ഹബ്ബ്, അതായത് പലയിടങ്ങളിലേക്കും ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്ന, ഇറാനെതിരെ ആയുധങ്ങൾ അണിനിരത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻറ്റർ, ആയുധങ്ങളുടെ ഹബ്ബ് തകർത്തു എന്നും ഇപ്പോൾ ഇറാൻ പറയുന്നുണ്ട്. അതായത് ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് തങ്ങൾ നിരന്തരമായി ആക്രമണങ്ങൾ നടത്തി ജയിക്കുകയാണ് എന്ന് തന്നെയാണ് ഇറാൻ്റെ പക്ഷം. ഏതാണ്ട് 3400ഓളം ജനങ്ങൾക്ക്, അത് പട്ടാളക്കാരും സാധാരണക്കാരും ഉൾപ്പെടെ 3400-ലധികം വരുന്ന ആളുകൾക്ക് പരിക്കേൽക്കുകയും അവർ ആശുപത്രിയിൽ പോവുകയും ചികിത്സ തേടുകയും ഒക്കെ ചെയ്യുന്ന കാര്യമായ പരിക്കുകളുള്ള ആളുകൾ ഇസ്രായേലിലുണ്ട് എന്ന് വിവരം വരുന്നു. കഴിഞ്ഞ ഒരു രാത്രി മാത്രം ഏതാണ്ട് 142 പേർക്ക് പരിക്കേറ്റുവെന്നാണ് അവിടെ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു തരത്തിലും ഈ യുദ്ധത്തിൽ ഇറാൻ പിന്നോട്ട് പോകുന്നില്ലെന്ന് മാത്രമല്ല, ചൈനയുടെയും റഷ്യയുടെയും സാങ്കേതിക സഹായം, ഇൻ്റലിജൻസ് സഹായം, ആയുധപരമായ സഹായം ഇതൊക്കെ ഇവർക്ക് കിട്ടുന്നതുകൊണ്ട് ഇറാൻ്റെ ആക്രമണം കൂടുതൽ കൃത്യതയുള്ളതാകുന്നു. വളരെ ഷാർപ്പായിട്ട് അറ്റാക്ക് ചെയ്യുന്ന വിധത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലേക്കുള്ളതായി മാറുന്നു എന്നുള്ളതാണ് കാണേണ്ട കാര്യം.